ഒരു ഗതിയില്ലാത്തത് കൊണ്ടാ സാറേ ഇങ്ങനെ ഒരു പരാതി കഴിക്കേണ്ടി വന്നത്. ഈ കൊച്ചാണെങ്കി ഭക്ഷണം തായോ എന്നും പറഞ്ഞോണ്ടിരിക്കുക. എത്ര നേരമാ ഇതിനോട് പറ്റില്ല എന്ന് പറയുമേ? ഇതൊരു മനുഷ്യജീവിയല്ലേ? സാറേ 2 ദിവസമായിട്ട് മുഴുവൻ പട്ടിണിയ. കുറച്ചു നേരം മുമ്പ് ഞാൻ ചെന്ന് നോക്കുമ്പോഴേ ആ തോട്ടത്തിൽ ചെന്ന് പച്ചില പറിച്ച് തിന്നു എന്റെ കൊച്ച്. ബുദ്ധിയില്ലല്ലോ സാറേ. മുത്തശ്ശി വെറുതെ കള്ളം പറഞ്ഞു പെരുപ്പിക്കരുത്. അയ്യോ, കള്ളമൊന്നും അല്ല സാറേ പറഞ്ഞത്. ഞങ്ങള് പറയുന്നത് കള്ളമാണെങ്കിലേ ഞങ്ങളെ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചോ. ഞങ്ങളുടെ വയറ്റിൽ ഇത്തിരിയെങ്കിലും ഭക്ഷണം ഉണ്ടോന്ന്. ഉണ്ടാവില്ല. ചാവൂന്ന് തോന്നിയപ്പോഴാ ഞങ്ങള് പരാതി തന്നത്. ഇനിയിപ്പോ നിങ്ങള് വന്നാലും പോലീസ് വന്നാലും വനിതാ കമ്മീഷൻകാര് വന്നാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. എനിക്ക് വിശക്കുന്നു. കണ്ടോ? പരമേശ്വരൻ സാറേ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ? നിങ്ങളെപ്പോലുള്ളവരിൽ നിന്നും അത്രയെങ്കിലും അവർ പ്രതീക്ഷിക്കില്ലേ? വീടിന് മുൻപിൽ വന്ന് കൈനീട്ടുന്നവർക്ക് വയറ് നിറച്ച് കൊടുക്കാമെങ്കിൽ വീടിനകത്ത് കൈനീട്ടുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുത്തൂടെ? ആ, നിങ്ങൾ പൊയ്ക്കോളൂ. ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം. പരിഹരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നാളെ കുറച്ചായിട്ട് അസോസിയേഷനില് നിങ്ങളുടെ കുടുംബം ഒരു നിരന്തര പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് കുമാർ സാർ, ലഹരി കൈവശം വെച്ചതിന് താങ്കളുടെ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് 2 മാസം മുമ്പാ. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളുടെ മരുമകന് ഇദ്ദേഹത്തിന്റെ ഒരു കൊലപാതക കേസിൽ പിടികിട്ടാപ്പുള്ളിയാണെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണത്തിന് വന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നൊന്നും ഞങ്ങൾ ആരും നിങ്ങളുടെ ഒന്നും വീട്ടിൽ ചോദ്യം ചെയ്യലിനോ സത്യാഗ്രഹത്തിനോ വന്നിട്ടില്ല. ആരെങ്കിലും ഇളക്കി വിട്ട് കണിമംഗലത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വാസ്തവം പരിശോധിക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. സാരമില്ല, അകത്തുള്ളവർ ക്ഷണിച്ചിട്ടാണല്ലോ വന്ന് കയറിയത്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലും ചോദിക്കുന്നില്ല. നമുക്ക് കാണാം. എന്താ മുത്തശ്ശിയുടെ ഉദ്ദേശം? അച്ഛനെയും മുത്തശ്ശിയും വരുണിനെയും ഒക്കെ ആളുകൾക്ക് മുമ്പിൽ നാണം കെടുത്താനാണോ? ഞങ്ങൾക്ക് വിശന്നാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? വിശപ്പും ദാഹമുള്ളവരാണെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. തരുന്ന ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് കിടന്നുറങ്ങണം. അല്ലാതെ ഈ കുടുംബത്തിനെ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും. വരണേ, വേണ്ട, ഒന്നും ചെയ്യണ്ട. വേണ്ട, അവർക്ക് വേണ്ട ഭക്ഷണം അവരെടുത്ത് കഴിച്ചോട്ടെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതി ഇനി ആരും ഞങ്ങളുടെ മെക്കിട്ട് കയറണ്ട. പരാതിയെ അങ്ങ് മുകളിൽ വരെ പോയിട്ടുണ്ട്. ഇപ്പൊ വന്നവര് ചോദ്യം ചെയ്തതല്ലേ ഉള്ളൂ. ഇനി വരുന്നവര് ചോദ്യം ചോദിക്കാൻ എല്ലാവരെയും കൂടി അങ്ങ് കൊണ്ടുപോകും.
ദേ സുകുമാരിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കല്ലേ. ബാപ്പോളെ പരമേശ്വര, നാണക്കേടിന്റെ കനം നിത്യേന കൂടിക്കൂടി വരികയാണല്ലോ അമ്മേ. അച്ഛാ, അടുത്തു തുടങ്ങിയടാ. എല്ലാവരും അവജ്ഞയോടെ സംസാരിക്കുമ്പോ കണിമംഗലത്തെ കുടുംബനാഥന്റെ സ്ഥാനം മുത്തശ്ശി, നമ്മള് 2 ദിവസം പട്ടിണി കിടന്നെങ്കിലും ഈ വരവ് ഗംഭീരായിരുന്നു. മുത്തശ്ശി നോക്കിയോ, ഒറ്റ ഒരാളുടെ മുഖത്ത് ചോരയില്ലായിരുന്നു. നാണം കെട്ട് പരസ്പരം നോക്കാൻ പറ്റാത്ത പോലും കണിമംഗലത്തുകാരിരുന്ന് ഇരിപ്പ് കണ്ടില്ലേ? എടി ഭക്ഷണം തരുന്നില്ല എന്നും പറഞ്ഞ് പരാതി അയക്കുമെന്ന് പറഞ്ഞപ്പോഴേ അത് ഇത്ര കടുക്കൊന്നൊന്നും ഞാൻ കരുതിയില്ലടി മോളെ. ഇനിയിപ്പൊ കുറച്ചു കാലത്തേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ചോദിക്കാൻ ആളുകളുണ്ട്. ആ വക്കീലും CSRും കൂടെ നല്ല കൂട്ടാണല്ലോ. ആ പിന്നെ എടി ഇവന്മാരൊക്കെ കള്ളന്മാരല്ലേ, ഒറ്റ വർഗം. ഇതിന്റെ പേരിൽ ഇവിടെയുള്ള എല്ലാവരും കൂടി പകരം വീട്ടാൻ വരുമോ? വരണമല്ലോ. രാധിക വരണം, വരുൺ വരണം, പത്മിനി വരണം. എല്ലാവരും വരട്ടടി. പക്ഷേ ഇനി വന്ന് ബഹളം വെക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ മുത്തശ്ശി? അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വായില് വർത്താനം പറഞ്ഞാ പോരാ.